നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരാരിത്തന്ത്രി. ഇന്നു മുതൽ ശുക്രന് ഗണ്യമായ ഒരു മാറ്റം ഗ്രഹസ്ഥിതിയിൽ സംഭവിക്കുന്നു. 12 രാശിയിൽപ്പെട്ട 6 രാശിക്കാർക്കാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. മാനസികമായി, കുടുംബപരമായി, ധനപരമായി വന്നു ഭവിച്ച ചില ദോഷങ്ങൾക്കൊക്കെ പൂർണ്ണമായ പരിഹാരം, വിവാഹേതരമായ കാര്യങ്ങളിൽ തടസ്സം നേരിട്ട് നിന്നവർക്ക് ഉത്തമമായ ഫലം ലഭിക്കുന്ന സമയം, മംഗല്യം നടന്നതിന് ശേഷം പരസ്പരം കലഹമുണ്ടായി പരസ്പരം അകന്നു നിൽക്കുന്നവർ തമ്മിൽ അടുക്കാനുള്ള ഒരു അവസരം, വിദ്യാഭ്യാസ സംബന്ധമായി പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി ഉന്നതിയും ഐശ്വര്യവും വന്നു ചേരാനുള്ള ഒരു സമയം, ധനപരമായി വ്യാവസായികമായി ഒക്കെ തടസ്സം നിന്നിരുന്ന കാര്യങ്ങൾ മാറ്റം വരുവാനുള്ള ഒരവസ്ഥ, ഭൂമി സംബന്ധമായും ഗൃഹസംബന്ധമായും ഒക്കെ വന്ന് നേരിട്ട തടസ്സങ്ങളൊക്കെ മാറാനുള്ള ഒരവസരം, അങ്ങനെ പല വിധത്തിലുള്ള ഗുണഗണങ്ങൾ 6 രാശിയിൽപ്പെട്ട 18 നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള എല്ലാ വ്യക്തികൾക്കും ഒരേ ഫലങ്ങൾ ആയിരിക്കത്തില്ല വന്ന് ഭവിക്കുന്നത്. എൻ്റെ നക്ഷത്രവും മകയിരമാണ്, അവരുടെ നക്ഷത്രവും മകയിരമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നക്ഷത്രവിധി പ്രകാരം ഗൃഹസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായ പരിഹാരാദികളും കൂടെ ചെയ്തു പോയെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഒരു ഫലസിദ്ധി നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഓരോ വ്യക്തികളും ചിന്തിക്കാറുണ്ട്, ഓരോ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ വരുന്ന ദോഷങ്ങൾ എല്ലാവർക്കും ബാധകമല്ലേ എന്ന്. നമ്മളുടെ ജാതകവശാൽ വരുന്ന ചില ദോഷങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് പൂർണ്ണമായ ഫലസിദ്ധി ലഭിക്കുകയുള്ളൂ. അത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോന്നും ചെയ്യുവാൻ. ഈ 6 രാശികളിൽ വരുന്ന 18 നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ഫലം ലഭിക്കുവാൻ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജാതകം വിശകലനം ചെയ്യുകയും ജാതകവശാൽ വേണ്ടുന്ന പരിഹാരാദികൾ ചെയ്ത് ഉത്തമ ഫലത്തെ എടുക്കുകയും ചെയ്യണം. അല്ലാതെ ഞങ്ങൾക്ക് ഈ നക്ഷത്രത്തിന് ഫലം കിട്ടും എന്ന് ജ്യോത്സ്യർ പറഞ്ഞിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 6 രാശിക്കാരും പൂർണ്ണമായി ഫലസിദ്ധി നേടിയെടുക്കാൻ വേണ്ടുന്ന വഴിപാടുകളും നിങ്ങൾ കൃത്യമായിട്ട് ആചരിക്കേണ്ടവയും ഉത്തമനായ ഒരു ജ്യോതിഷികനെ കണ്ട് വിശകലനം ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ 6 രാശിയിൽപ്പെട്ട 18 നക്ഷത്രക്കാർക്കും പൂർണ്ണമായ ഫലസിദ്ധി ലഭിക്കും എന്നുള്ളത് ഉറപ്പു തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ 6 രാശിയിൽപ്പെട്ട 18 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ആദ്യമായി മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ 3 നക്ഷത്ര ജാതകർക്കും, ചിങ്ങൻ രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം ഈ 3 നക്ഷത്രക്കാർക്കും, തുലാം രാശിയിലുള്ള ചിത്തിര, ചോതി, വിശാഖം ഈ 3 നക്ഷത്രക്കാർക്കും, ധനുരാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടം ഈ 3 നക്ഷത്രക്കാർക്കും, മകരൻ രാശിയിലുള്ള ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ 3 നക്ഷത്രക്കാർക്കും, മീനൻ രാശിയിലുള്ള പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രക്കാർക്കും പൂർണ്ണമായ ഫലസിദ്ധി ലഭിക്കുവാൻ പോകുന്നു. അപ്പം ശുക്രൻ്റെ ഗണ്യമായ ഒരു മാറ്റം കൊണ്ട് ഈ വരുന്ന പൂർണ്ണമായ ഉത്തമ ഫലത്തെ നമ്മൾ എടുക്കുവാൻ പൂർണ്ണമായി പ്രയത്നിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. ഉത്തമ ഫലം നമുക്ക് ലഭിക്കും എന്നുള്ള ചിന്താഗതിയിൽ നക്ഷത്രത്തെ കൂട്ടുപിടിച്ച് ഒരിക്കലും മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. ആ നക്ഷത്രത്തിൻ്റെ ഏതൊക്കെ ഭാവങ്ങൾ കൊണ്ട് ഏതൊക്കെ ദോഷഫലങ്ങളും കൂടെ ഉണ്ട് എന്ന് വിശകലനം ചെയ്ത് അതിനെ നല്ല ഒരു സദ്ഫലത്തിലേക്ക് കൊണ്ടെത്തിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായി ശുക്രൻ്റെ ഫലസിദ്ധി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സാധാരണ നമ്മൾ ഓരോ വ്യക്തികളും പൊതുബലങ്ങളെ ആശ്രയിക്കാറുണ്ട്. അങ്ങനെ പൊതുബലത്തെ ആശ്രയിച്ചാൽ ഉത്തമമായ ഫലങ്ങളൊന്നും ലഭിക്കുകയില്ല. പൊതുഫലത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഗ്രഹനില പൂർണ്ണമായി വിശകലനം ചെയ്ത്
അതിൽ ഏതേത് ഗ്രഹങ്ങൾ ഏതേത് ഭാവങ്ങളിൽ നിൽക്കുന്നുവോ അതിനെന്തൊക്കെ പരിഹാരാദികൾ നമ്മൾ ചെയ്യണമോ അതൊക്കെയും അനുഷ്ഠിച്ച ശേഷം വേണം ഇതിൻ്റെ പൂർണ്ണമായ ഫലത്തെ നമുക്ക് ലഭിക്കാറുള്ളത്. അല്ലാത്ത പക്ഷം പൂർണ്ണമായ ഫലസിദ്ധി നമ്മൾക്ക് ലഭിക്കുകയില്ല. നമ്മൾ സാധാരണ എല്ലാവരും ചിന്തിക്കാറുണ്ട്, നക്ഷത്രത്തിൻ്റെ പൊതുഫലം പറയുമ്പോൾ നമ്മൾക്ക് ആ ഫലം ലഭിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ പൊതുഫലത്തെ എടുത്താൽ നമ്മൾക്കൊരിക്കലും ഫലസിദ്ധി ലഭിക്കുകയില്ല. അപ്പം നമുക്ക് ഈ 12 രാശികളിൽ വന്ന 6 രാശികളുടെ പൂർണ്ണമായ മാറ്റം ആ 18 നക്ഷത്രക്കാർക്ക് ഫലസിദ്ധിയെ തരും. ശുക്രൻ്റെ പൂർണ്ണമായ ഒരു മാറ്റം പലതരത്തിലുള്ള ഗുണഗണങ്ങൾ നമുക്ക് നൽകുന്നതാണ്. സാധാരണ ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോഴും പലതരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും വന്ന് ഭവിക്കാറുണ്ട്. 6 രാശിയിൽപ്പെട്ടവർക്ക് ഗുണവും 6 രാശിയിൽപ്പെട്ട മറ്റുള്ളവർക്ക് സമ്മിശ്രമായ ഫലങ്ങളും ദോഷഫലങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ചിന്തിച്ച് കണ്ടറിഞ്ഞ് ഉത്തമനായ ഒരു ജ്യോതിഷികനെ കൊണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് വിശകലനം ചെയ്ത് പൂർണ്ണമായ ഫലസിദ്ധി നേടിയെടുക്കുവാൻ നിങ്ങൾ ഓരോ വ്യക്തികളും ശ്രമിക്കുക. ഇത് ഒരു പൊതുഫലമായി കാണണം. ഈ പൊതുഫലം നമ്മൾക്ക് അനുഭവത്തിൽ വരുത്തണമെങ്കിൽ കൃത്യമായ പരിഹാരങ്ങളൂടെ ചെയ്തു കൊള്ളുക. അപ്പോൾ ശുക്രൻ്റെ പൂർണ്ണമായ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.